അല്ല, അതെനിക്കറിയില്ല, അത് തന്ത്രിയാണ് പറയേണ്ടത്. ശ്രീധരൻപിള്ള എഴുതിയ പുസ്തകം ശ്രീധരൻപിള്ള വിശദീകരിക്കട്ടെ. അത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് തന്ത്രിയാണ് പറയേണ്ടത്. പക്ഷേ കേരളത്തിൻ്റെ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത് വിശ്വാസികളുടെ പൊതുവായ ജനവികാരം. കാരണം അവിടെ അന്ന് കയറിയിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു സ്ഥിതി? അപ്പോൾ ആ തന്ത്രി ആ സമയത്ത് അദ്ദേഹത്തിന് എത്രയോ വർഷങ്ങളായിട്ട് ശബരിമലയിൽ ഇതുപോലെ തന്നെ പൂജ ചെയ്ത് പരിചയമുള്ള ആളാണ്. താന്ത്രിക വിദ്യകളിലൊക്കെ തന്നെ മുന്നിൽ നിന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം എടുത്ത തീരുമാനമായിരിക്കും ആ തീരുമാനമാണെന്നാണ് എൻ്റെ വിശ്വാസം. മറ്റു പറഞ്ഞ കാര്യങ്ങൾ തന്ത്രിയാണ് മറുപടി പറയുന്നത്. കേസ് ഈ 2 മാസങ്ങൾക്ക് ശേഷം കേരളത്തിൽ അധികാരമാറ്റം ഉണ്ടാകുകയാണെങ്കിൽ ഈ വിഷയം സമഗ്രമായി അന്വേഷിക്കും. തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? അല്ല, അങ്ങനെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ നടക്കുന്ന ഈ പറയുന്ന SITയുടെ പോലും വിശ്വാസ്യതയെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന പരാമർശങ്ങളടക്കം പൂർണ്ണമായിട്ടും അന്വേഷണ വിധേയമാക്കുക തന്നെ ചെയ്യും. ഈ SIT കോടതി രൂപീകരിച്ച ഒരു അന്വേഷണ സംഘം, എന്നാലും അതിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു അന്വേഷണം ഉണ്ടാകുമെന്നാണ്. അല്ല, അത് ആ കോടതിയിൽ തന്നെ പോകാമല്ലോ. അത് പല മാർഗങ്ങളുണ്ടല്ലോ, വരട്ടെ. സമയം വരുമ്പോൾ അതിലൊക്കെ കൃത്യമായിട്ടുള്ള തീരുമാനം ഉണ്ടാവും. അല്ല, മറ്റു ക്ഷേത്രങ്ങൾ പോലെയല്ല ശബരിമല. തന്ത്രിയുടെ ഒരു ദൈനംദിന ഇടപെടലുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അറിവോ സമ്മതമോ ഒന്നും ഇല്ലാതെ ഈ കട്ടളപ്പാടികൾ ഇളക്കി അതല്ല, അത് കൃത്യമായിട്ട് ആ വിധിയിൽ അതും പറയുന്നുണ്ട്. ദൈനംദിന ഇടപെടലെന്ന് പറഞ്ഞാൽ പൂജാതി കർമ്മങ്ങളിലും അവിടുത്തെ ആത്മീയ കാര്യങ്ങളിലുമാണ്. അവിടുത്തെ ഇടപാടുകളിലും കാര്യങ്ങളും ദൈനംദിന ഒരു റോളും തന്ത്രിക്കുണ്ടാവും. ഇല്ല, തെറ്റാണ്. അങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ കോടതി വിധിയൊന്നും മനസ്സിലാക്കലില്ല. ഞാൻ അതൊന്നുമല്ല ചോദിക്കുന്നത്. ഒരു ജുഡീഷ്യൽ ഇൻസ്പെക്ഷൻ നടന്നല്ലോ. നമ്മളിപ്പോൾ അതിനകത്ത് വാഗ്വാദം വേണ്ട. ഞാനതിനകത്ത് എക്സ്പെർട്ടല്ല, നിങ്ങളും എക്സ്പെർട്ടല്ല. നിയമപരമായ ഒരു കാര്യം നടന്നല്ലോ. കോടതിയുടെ ഒബ്സർവേഷനാണിത്. കോടതിയുടെ മുമ്പാകെ തെളിവുണ്ടെങ്കിൽ കോടതി അത് പറയേണ്ടി വരുമല്ലോ. കോടതിന് മുമ്പാകെ തെളിവ് കൊടുക്കാത്തത് ആരുടെ ഉത്തരവാദിത്തമാണ്? അപ്പോൾ തെളിവില്ലാത്തതുകൊണ്ടല്ലേ? അതാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോൾ കൂട്ടത്തോടെ കളം മാറിയിരിക്കുകയാണ്. കളം മാറലല്ല. അത് എൻ്റെ പഴയ ബൈറ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ബൈറ്റിൽ ഞാൻ ഇതേ കാര്യം പറയുന്നത്. നിയമത്തിന് അതീതരായിട്ട് ആരുമില്ല, എല്ലാവരും നിയമത്തിന് വിധേയരാണ്. പക്ഷേ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് മതിയായ തെളിവുകളോടെ ആണോ എന്നുള്ളത് SIT ഉറപ്പുവരുത്തിയിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിലെന്താ തെറ്റ്? അതല്ലേ പറയേണ്ടത്. ഇപ്പം ഞങ്ങളുടെ മുന്നിൽ രേഖയുണ്ട്. മതിയായ തെളിവുകൂടെ അല്ല, അയോട്ട പോലും ഇല്ല, തെളിവിൻ്റെ കണിക പോലും ഇല്ലാന്ന്. പിന്നെ കോൺഗ്രസ് നേതാക്കന്മാർ കളം പറയുന്നതായിട്ട് മാറുന്നത് എന്ത് പറയേണ്ട? ഒരു മനുഷ്യനെ പിടിച്ച് ഇങ്ങനെ അകത്തിടുന്ന നിരപരാധിയെ പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞാൽ ആ പോലീസുകാർക്കെതിരെ നടപടി വേണ്ടേ? തീർച്ചയായിട്ടും വേണ്ടേ? അല്ല, അതിപ്പോൾ എന്തായാലും തുടർ കേസുകളിൽ ഉണ്ടാവുമല്ലോ. ഇതിനകത്ത് അതല്ല പ്രശ്നം. ഇത് കൃത്യമാണ്. ഇത് യുവതീ പ്രവേശത്തോടെ നിലപാടിലുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് ഏറ്റവും വലിയ ഗൗരവതരമായ കാര്യം. അത് തന്ത്രി പറയുന്നു, അത് അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള പശ്ചാത്തലമാണ് ഈ കേസിൽ ഇങ്ങനെ ഈ വിധിയും കൂടെ വരുമ്പോൾ ഉണ്ടാകുന്നത്. അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, കേന്ദ്ര ഏജൻസി, അതും ഹൈക്കോടതിയാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഹൈക്കോടതിയുടെ മുന്നിൽ ഇതെല്ലാം പോകും. അവർ വളരെ സിൻസിയറായിട്ടാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അവരുടെ മുമ്പിൽ എല്ലാം പോകുമല്ലോ, ഈ കീഴ്ക്കോടതി വിധിയും പോകുമല്ലോ. എന്തായാലും മനസ്സിലാവും. അപ്പോൾ അത് SITയുടെ ഭാഗത്ത് പാകപ്പിഴ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ട കോടതി മോണിറ്റർ ചെയ്യുന്ന CBI, വെറും CBI അല്ല ഞങ്ങൾ പറയുന്നപ്പോഴും. കോടതി മോണിറ്റർ ചെയ്യുന്ന CBI ആണ് ഞങ്ങൾ പറയുന്നത്. അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. കോടതി കിടക്കുന്ന കാര്യമായതുകൊണ്ട് ഞാനതേക്കുറിച്ച് പറയുന്നത്. ഒറ്റപ്പെട്ട സംഭവമാണ് വണ്ടാനത്ത് സംഭവിച്ചെന്നുള്ളതാണ് CPI സംസ്ഥാന സെക്രട്ടറിയുടെയും സജി ചെറിയാൻ മന്ത്രിയുടെയും പ്രതികരണം. ഇന്ന് നടത്തിയ പ്രതികരണമാണ്. ഈ സംഭവങ്ങൾ സർക്കാരിനെതിരെ പർവ്വതീകരിച്ച് മാറ്റാനുള്ള ശ്രമം നടക്കുകയാണ്, പിന്നിൽ UDF ആണെന്നൊക്കെയാണ് സംസ്ഥാന സെക്രട്ടറി CPI സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. എന്താണ് അതിനോടുള്ള ഒരു പ്രതികരണം? അല്ല, ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ. ഇവരുടെ കുഴപ്പം അതാണ്. ഒരു സംഭവം ഉണ്ടായാൽ ആ സംഭവത്തിൻ്റെ കാരണം കണ്ടുപിടിച്ച് കുറ്റക്കാരെ കണ്ടുപിടിച്ച് നടപടിയെടുത്ത് എഫക്റ്റഡായ ആൾക്ക് എല്ലാ ആശ്വാസവും കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതിന് പകരം ഈ സംഭവത്തെ ഉയർത്തി കാണിക്കുന്നവരെ മുഴുവൻ ശത്രുപക്ഷത്ത് നിർത്തി അവരെന്തോ ഗൂഢാലോചന നടത്തി കേരളത്തെ അട്ടിമറിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് എന്ന് പറയുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ. ഇതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും അനുദിനം ഇവർ ഇൻഡയറക്റ്റായിട്ട് ഈ ചെയ്യുന്നവരെ ന്യായീകരിക്കുക ചെയ്യുന്നത്. ഇൻഡയറക്റ്റായിട്ട് ഇവർ ഈ മാധ്യമങ്ങൾ, ഞാൻ ഇന്നലെ കണ്ടു കുറേ ആളുകൾ, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അടക്കം മാധ്യമങ്ങളോടൊക്കെ പറയുന്ന ഭാഷ ഞാൻ കാണുകയുണ്ടായി. അപ്പം ഇത്
ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇത്തരം സംഭവങ്ങൾ ചെയ്താലും ഞങ്ങൾക്ക് ആളുണ്ട് എന്നുള്ള ചിന്ത ചെയ്യുന്നവർക്ക് മനസ്സിലുണ്ടാക്കുന്നത്. അവർക്ക് പറയാൻ പറ്റും ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്. നിങ്ങൾ ഇന്നലെ തന്നെ ഞാൻ കണ്ടു പല ചാനലുകളും 1, 2 എത്ര അന്വേഷണ കമ്മീഷനുകൾ ഈ ആരോഗ്യമന്ത്രി പുറപ്പെടുവിച്ചിട്ടുണ്ട്? 43. ഓരോ സംഭവത്തിനും ഈ 43-ൽ എവിടെയാണ് ആക്ഷൻ ഉണ്ടായത്? മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാ ചാനലുകളിൽ നിന്ന് വിളിച്ചു എന്നെ രാത്രി തന്നെ ഞാൻ പറഞ്ഞു 24 മണിക്കൂറിനകം ആക്ഷൻ ഉണ്ടാകില്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും. ഈ കാര്യം അത്രയും ഇമോഷണലാണ് എന്ന് പറയേണ്ടായി. എന്നിട്ട് ഇന്നലെ വൈകുന്നേരം അവർ ആക്ഷൻ എടുത്തു. ഈ ആക്ഷൻ എല്ലാത്തിലും എടുക്കാൻ പറ്റുമായിരുന്നില്ലേ? മിനിഞ്ഞാന്ന് രാവിലെ ആശുപത്രിയിൽ പോയപ്പോൾ ഈ പേഷ്യൻറ്റിനെ അവിടെ തന്നെ അഡ്മിറ്റ് ചെയ്ത് സർജറിക്ക് വേണ്ടി ഏർപ്പാട് ചെയ്തൂടെ? അവരെ അഡ്മിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആശുപത്രി ആംബുലൻസിൽ അവരെ കൊച്ചി കൊണ്ടുപോകാമായിരുന്നല്ലോ. അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലോ മറ്റ് മെഡിക്കൽ കോളേജിലോ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ കൊണ്ടുപോകാമല്ലോ. ആരെങ്കിലും മെനക്കെട്ടോ? എല്ലാ നിരുത്തരവാദിത്വവും ചെയ്ത് പിടിപ്പുകേടിൻ്റെ പര്യായമായി മാറി ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളി വിട്ട് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് ജനം പ്രതീക്ഷിക്കുമ്പോൾ ഇതെല്ലാം പ്രതിപക്ഷം ഉണ്ടാക്കുന്നതാണ്, ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ കുറേ മിടുക്കന്മാർ കേരളത്തിൽ മന്ത്രിമാരായിട്ടുണ്ട്. അവരെ ഓർത്ത് സഹതപിക്കല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഈ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് അഡ്മിറ്റ് ചെയ്യാത്ത തുടർന്ന് നടപടിയെടുക്കാത്തതിനും ഈ ആലപ്പുഴ പ്രിൻസിപ്പളിനുൾപ്പെടെ പങ്കുകളില്ലേ, അവർക്കെതിരെ നടപടി വേണ്ടേ? അല്ല, ആർക്കായാലും എനിക്കറിയില്ല. ആർക്കായാലും അത് സർക്കാർ എടുക്കേണ്ട നടപടിയിൽ ആരൊക്കെതിരെ എടുക്കണം, ആർക്കെതിരെ എടുക്കേണ്ടത് അതൊക്കെ അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കേണ്ടത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കട്ടെ. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം ഇപ്പോൾ കണ്ടതില്ല, ഞാൻ ചിരിച്ചുപോയി കുറച്ചത്. എത്ര നാളായിട്ട് DA കുടിശ്ശികയുണ്ട് കേരളത്തിൽ DA കുടിശ്ശിക എത്ര നാളായിട്ടുണ്ട്? കഴിഞ്ഞ കേരളത്തിൽ 2 വർഷമായിട്ട് DA കുടിശ്ശികയുണ്ട്. അവരുടെ കുടിശ്ശിക ഒരു വിഹിതം ഇപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചതിലാണ്. അതും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം കൊടുക്കാൻ തീരുമാനിച്ചിട്ട് ഇലക്ഷൻ ആയതുകൊണ്ട് മാത്രമാണ് ആ കുടിശ്ശിക കൊടുക്കുന്നത്. അതിന് എല്ലാവരുടെയും വ്യക്തിഗത നമ്പറുകളിലേക്ക് മുഖ്യമന്ത്രിയുടെ മെസ്സേജ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കരുതൽ നിങ്ങളോട് ഉണ്ടെന്ന്. ഈ കരുതൽ ഇലക്ഷൻ വന്നപ്പോൾ മാത്രം ഉണ്ടായത് കേട്ടോ. കഴിഞ്ഞ കുറേ നാളായിട്ട് ഈ പാവപ്പെട്ട സർക്കാർ ജീവനക്കാരൻ DA കിട്ടുന്നതിന് വേണ്ടി ഓരോ വാതിലും കൊട്ടുകയായിരുന്നു. ശമ്പള കമ്മീഷൻ പുതുതായി ഉണ്ടാക്കാൻ വേണ്ടി വാതിൽ കൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴൊന്നും തുറക്കാത്ത വാതിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ ഒരു DA കുടിശ്ശികയായിട്ട് ഒരു നക്കാപ്പിച്ച പോലെ കൊടുത്തു അവർക്ക്. ഏറ്റവും ഗൗരവതരമായ കാര്യം PR കമ്പനികളിൽ നിന്ന് എടുത്തു കൊടുക്കുക. ഈ നമ്പർ എടുത്തിട്ട് PR കമ്പനികൾ കൊടുത്ത് അവർക്കൊരു മെസ്സേജ് അയക്കുക, നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും, കരുതലോടെ ഉണ്ടാവും എന്ന് പറയാന്ന് പറയാം. ഇതിനെ പോലുള്ളൊരു ഗതികേട് വേറെ ഒന്നുണ്ട്? പൂർണ്ണമായും ദുരുപയോഗമാണ്. ഡാറ്റ ദുരുപയോഗം അതിനകത്തുണ്ട്, അധികാര ദുർവിനിയോഗം അതിനകത്തുണ്ട്. മാത്രമല്ല ഇത് സത്യവുമായിട്ടൊരു ബന്ധമുള്ള കാര്യമല്ലല്ലോ. അസത്യപ്രചരണം. കൊടുക്കേണ്ട തുക മതിയായ സമയത്ത് കൊടുക്കാതെ അത് വൈകിപ്പിച്ചിട്ട് ഇലക്ഷന് മുമ്പ് കൊടുത്തിട്ട് ഇതിൻ്റെ പേരിൽ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി മുന്നോട്ട് പോകാമെന്ന് പറയുന്നത് അത് അപഹാസ്യകരമായ കാര്യമാണ്. ഡാറ്റ ലീക്കേജാണ് ഉണ്ടാക്കുകയാണ്. ഇതിന് സമാധാനം പറയണം മുഖ്യമന്ത്രി. ഇതിപ്പോൾ ഇവർക്ക് മാത്രമല്ല എല്ലാ ഗുണഭോക്താക്കളും കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ കേട്ടത്. ഞങ്ങളുടെയൊക്കെ പാർട്ടിയിലത്തെ ഒരുപാട് പേർക്ക് ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഈ മെസ്സേജ്, ഇത്തരം മെസ്സേജുകൾ.